പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിന്റെ കൃപയാൽ ഈ ആഴ്ചയിലും നമുക്ക് ഈ നിലയിൽ കർത്താവിന്റെ വചനവുമായി പരസ്പരം ബന്ധപ്പെടുവാനായിട്ട് കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ നമുക്ക് ഒരു ആഴ്ചയിൽ ഇങ്ങനെ 2 ദിവസങ്ങൾ മാത്രമാണ് ഈ നിലയിൽ മലയാളത്തിലും നമുക്കിങ്ങനെ കേൾക്കുവാനും പറയുവാനും ഇടയാകുന്നത്. നമുക്ക് ഡെയിലി മീറ്റിംഗ് ഉണ്ട്. എന്നാൽ മലയാളം അതേ കാര്യം തന്നെ ഹിന്ദിയിലും ചെറുതായിട്ടുള്ള സന്ദേശം ഈ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. അതും വളരെ ചെറിയ സമയം മാത്രമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നല്ലേ തിരുവചനം പറയുന്നേ. അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. നേരിട്ട് നമ്മൾ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവം തനിക്കായി ചിലരെ വേർപെടുത്തി. അത് എന്തിനു വേണ്ടി വേർപെടുത്തിയത്? തൻ്റെ മഹത്വത്തിനായി. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി വേർതിരിക്കപ്പെട്ട ജനം അവരേത് നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളോട് 7 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 4 കാര്യങ്ങൾ വരെ ചിന്തിച്ചു കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട്. ഒന്ന്, നമ്മൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൈവം തന്ന പ്രവൃത്തി നമ്മൾ തികയ്ക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് തികയ്ക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിൽ വിശ്വസ്തരായിരിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മൂന്നാമത് നമ്മൾ കണ്ടത് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ. കാരണം നാം സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് വേണം പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്താൻ. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികൾക്കായി രക്ഷിക്കപ്പെട്ടവരാണ്. ആ കാര്യവും നമ്മൾ കണ്ടു. നാലാമത് നമ്മൾ കണ്ടത് നമ്മൾ ദൈവത്തിനായ ആത്മാക്കളെ നേടുന്നതിലൂടെ. കാരണം നമ്മൾ കർത്താവിൽ ഫലവത്തായ ഒരു ജീവിതം, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായിരിക്കണമെന്നാണ് ദൈവം തനിക്ക് വേണ്ടി വിളിച്ച് വേർപെടുത്തിയ തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മത്സ്യം പിടിക്കുന്നവരല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ അവരിലൂടെ നമുക്കറിയാം, പെന്തക്കോസ്താനിലെ ഒറ്റ പ്രസംഗത്തിൽ, പത്രോസിന്റെ പ്രസംഗത്തിൽ എത്ര പേരാണ് ഈ സുവിശേഷ വലയിലേക്ക് വന്നത്? 3000 പേർ. 3000 പേരാണ് അന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ, സ്നാനമേൽക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ അത് വീണ്ടും ദിനംതോറും പെരുകിക്കൊണ്ടിരുന്നതായിട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്ന് 5ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. എല്ലാം വിലപ്പെട്ട കാര്യങ്ങളാണ്. 5ാമത്തെ കാര്യം വിശ്വാസികളുടെ ഐക്യത. നമ്മുടെ ഐക്യതയിലൂടെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. ഇന്ന് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് അനേക ഇടങ്ങളിലും ഐക്യതയില്ല. ദൈവമക്കൾ വളരെ ഐക്യതയുള്ളവരായിരിക്കണം. ഇത് തിരുവചനം നമ്മളെ വളരെ ആഴമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ആധാരമായിട്ട് ഞാൻ റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഞാൻ വായിക്കാം. റോമർ 15-ന്റെ 5-ാം വാക്യം. അവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഐക്യത്തിലൂടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ഐക്യതയില്ലെങ്കിൽ അവിടെ പിതാവ് മഹത്വപ്പെടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വിഷയം പറയുമ്പോൾ വളരെ ഭാരത്തോടെ പറയേണ്ട ഒരു വിഷയം, കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ കർത്താവ് 4 വട്ടം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ ഐക്യതയെക്കുറിച്ചാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ്. 4 വട്ടം. അതിൻ്റെ 17-ാം അധ്യായം 23-ാം വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത്,
അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്. അപ്പോൾ താനും വിളിച്ച് വേർതിരിച്ച തന്റെ സഭ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനം, യോഹന്നാൻ 17-ന്റെ വാക്യത്തിന്റെ അവസാനം വായിക്കുന്നു, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. കണ്ടോ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ഇനി അതേ അധ്യായത്തിന്റെ യോഹന്നാൻ 17-21 അവസാനം, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ഇനി അതേ വാക്യത്തിന്റെ തന്നെ 17-23 മധ്യം, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. കണ്ടോ, അപ്പം വിളിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട തന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം നാം എല്ലാവരും ഒന്നായിരിക്കണം. നാം പരസ്പരം ഐക്യമുള്ളവരായിരിക്കണം. ഐക്യതയ്ക്ക് വിഘ്നമുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ മാതൃകാപരമായ ഐക്യതയുടെ അളവുകോല് ത്രിത്വത്തിലെ ഐക്യമാണ്. ത്രിയേക ദൈവം എങ്ങനെ ഒന്നായിരിക്കുന്നോ അതുപോലെ നാം ഒന്നായിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഇത് എത്ര വലിയ കാര്യമാണ്! ഈ കാര്യമാണ് നമ്മൾ പ്രായോഗികമാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ മാതൃക, ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ പ്രയോഗം അല്ലേ? അപ്പോൾ നമ്മൾ ഐക്യത്തിൽ നമ്മൾ ഒന്നായിരിക്കുന്നതിന് നല്ലൊരു മാതൃക തിരുവെഴുത്തിൽ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് 133 സങ്കീർത്തനം അതിന്റെ 1. ആ 133 സങ്കീർത്തനമാണ് വളരെ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പ്രകാശം നൽകുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് 133 സങ്കീർത്തനം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇതാ എന്ന് പറഞ്ഞാൽ കണ്ടാലും, ഇതാ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? നല്ലൊരു മാതൃക. അപ്പോൾ ഇത് കേട്ടറിഞ്ഞ കാര്യമല്ല, കണ്ടറിയണം. കണ്ടാലും ഒത്തൊരുമിക്കുക എന്ന സഭ മനോഹരമായിരിക്കുന്ന അവരുടെ ഐക്യതയിൽ, ആ ഐക്യത, ഒത്തൊരുമിക്കുക, ഐക്യത, ഇതിലാണ് വലിയ സന്തോഷം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവര് എല്ലാ വർഷവും 3 പ്രാവശ്യം യെരുശലേമിൽ ഒരുമിച്ച് കൂടണമായിരുന്നു. നമ്മൾ 120 മുതൽ 134 വരെയുള്ള ഈ 15 അധ്യായങ്ങൾ സങ്കീർത്തനത്തിന്റെ 120 മുതൽ 134 വരെയുള്ള 15 അധ്യായങ്ങൾ ഇവര് ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ നടയും കയറുമ്പോൾ 15 നടകളാണ്. അപ്പോൾ ഓരോ നടകളും കയറുമ്പോൾ ഇങ്ങനെ ഓരോ പാട്ട് പാടിയാണ് കയറുന്നത്. അത് വളരെ മനോഹരമാണ്. അപ്പോൾ അവർക്കുള്ള ഒരു വലിയ കൽപ്പനയായിരുന്നു, അവര് വർഷത്തിൽ 3 പ്രാവശ്യം ഇസ്രായേൽ മക്കള് യെരുശലേമിൽ ഒന്നിച്ചു കൂടണം. അത് എപ്പോഴൊക്കെയാ? അത് നമ്മൾ ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. ആവർത്തനം 16-16. അത് പെസഹ പെരുന്നാളിലും പെന്തക്കോസ്ത് പെരുന്നാളിലും കൂടാര പെരുന്നാൾ, ഈ 3 പെരുന്നാളിൽ പുരുഷന്മാരെല്ലാവരും യെരുശലേമിൽ ഒരുമിച്ച് കൂടണം. അങ്ങനെ കൂടുന്ന സമയത്ത് അവർ പാടുന്ന 15 പാട്ടുകളിൽ ഒരു പാട്ടാണ് ഈ 133 സങ്കീർത്തനം. അപ്പം ഇവിടെ ക്രിസ്തീയ ഐക്യത്തിന്റെ 2 ഉപമാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ 133 സങ്കീർത്തനത്തിൽ. അതെന്തൊക്കെയാണ്? ഒന്ന്, മഹാപുരോഹിതനായ അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന അഭിഷേക തൈലം. അതാണ് നമ്മൾ അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. മറ്റൊന്ന് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ്. ഈ 2 ഉപമാനങ്ങളെ കുറിച്ചാണ് ഈ ഐക്യത്തിന്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം സഹോദരന്മാർ അവർ തമ്മിലുള്ള ഐക്യം, അത് കുടുംബത്തിലായാലും സഭയിലായാലും എത്ര മനോഹരമാണ്. ഐക്യതയുള്ളിടത്ത് എന്ത് സന്തോഷമാണ്, അതെത്ര സുന്ദരമാണ് അല്ലേ? ഇന്ന് ചില കുടുംബങ്ങളിലൊക്കെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടൊരു ഐക്യതയില്ലാത്തത് കൊണ്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു അന്ധകാരത്തിന്റെ ഒരു വല്ലാത്ത ഒരു അനുഭവമാണ്. സഭകളിലൊക്കെ പലയിടത്തും അങ്ങനെയുള്ള ദൈവത്തിന്റെ കൃപയാൽ നാസിക് സഭ വളരെ ഈ കാര്യത്തിലൊക്കെ വളരെ മാതൃകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം.
ചില ഇടർച്ചകളൊക്കെ വയ്ക്കുന്നവരുണ്ടായിരുന്നെങ്കിലും ദൈവം അവരെ വെട്ടി മാറ്റി. ഇതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കാരണം ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അപ്പം ദൈവം അങ്ങനെയുള്ളവരെയൊക്കെ അത് ദൈവത്തിന്റെ ശുദ്ധീകരണ പ്രവൃത്തി ദൈവം തന്റെ സമയത്ത് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ വചനം പറയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച്, ഇതാ എന്ന് പറയാൻ കണ്ടാലും ബിഹോൾഡ് മീൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്, കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ഉള്ളിലും ഓർമ്മയിൽ വന്നു കാണും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലും 1-ാം വാക്യത്തിലും നമുക്ക് ഇങ്ങനെയൊരു പ്രയോഗം കാണാൻ കഴിയും. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. അപ്പോൾ ഇവിടെയും പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷയം നമ്മൾ 133-ാം സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇത് കേട്ടറിഞ്ഞാൽ പോരാ, കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും എല്ലാവരെയും വിളിക്കാറുണ്ട്, നാസിക്കിലേക്ക് വാ, നിങ്ങൾക്ക് ഇന്ന് യഥാർത്ഥ സഭാജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ കഴിയും. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അവരത് സാക്ഷിക്കും. എനിക്കതിൽ വളരെ സഭയുടെ ഒരു എൽഡർ എന്ന നിലയ്ക്ക് നിശ്ചയമായിട്ടും വളരെ അഭിമാനമുണ്ട്. കാരണം വളരെ മാതൃകാപരമായ തെസ്സലോനിക്ക സഭയെക്കുറിച്ചും മക്കെദോനിയ സഭയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഈ തലമുറയിൽ വളരെ മാതൃകയായി നിൽക്കുന്ന ഒരു കർത്താവിന്റെ സഭ, നാസിക്കിലെ സഭ. കർത്താവിന് മഹത്വം. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നമ്മൾ എപ്പോഴും വളരെ ഐക്യത ഉള്ളവരായിരിക്കണം. ഐക്യത എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിന്റെ മഹത്വമുണ്ട്. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ നമുക്ക് 2 ഉപമാനങ്ങൾ കാണാൻ കഴിയും. അത് ഒന്ന് അത് അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന പരിമള തൈലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വിശേഷ തൈലം അത് വളരെ വ്യത്യസ്തമായ ഗുണങ്ങൾ ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആ തൈലത്തെക്കുറിച്ച് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ അതിനെ ഒരു ചെറിയൊരു വിശദീകരണം തരാം. അത് പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം അതിന്റെ 30-ാം അധ്യായം 22 വരെ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കേൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കേൽ സുഗന്ധ ലവംഗവും 500 ശേക്കേൽ വർണ്ണത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. ഇതാണ് അഹരോന്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിശേഷപ്പെട്ട കൂട്ട്. അപ്പം ഈ കൂട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഈ ഉണ്ടാക്കപ്പെട്ട അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് വേണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുവാൻ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഇത് സഭയുടെ ഒരു നല്ല ചിത്രമാണ്, ക്രിസ്തീയ സഭയുടെ ചിത്രമാണ്. സഭാംഗങ്ങൾ വിവിധ സ്വഭാവവും കഴിവുമുള്ളവരാണെങ്കിലും പരിശുദ്ധാത്മാവിലുള്ള ഐക്യം അവരെ എല്ലാം ഒന്നാക്കി തീർക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ വസിക്കുന്നവർക്ക് ഈ അഭിഷേകം ഉണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എടുത്തു പറയട്ടെ. തൈലത്തെ ദേഹത്തിൽ ഒഴിക്കാൻ പാടില്ല. അഭിഷേക തൈലത്തെ അതിന്റെ 31, 32 വാക്യം ഞാൻ വായിക്കാം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, അത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അപ്പോൾ മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്, അത് മഹാപുരോഹിതന്റെ തലയിൽ മാത്രം ഒഴിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മളോടുള്ള ബന്ധത്തിൽ ഞാനിത് അഭിഷേകം എന്നുള്ള വിഷയത്തിൽ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരിക്കലും ഒരു വ്യക്തിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അഭിഷേകം ലഭിക്കുന്നില്ല. പിന്നെ അവർ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ഒരു അവയവമായി
പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നമ്മൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിലേക്ക് ഒഴുകുന്ന ഒരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം. നാം എല്ലാവരും, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അഭിഷിക്തരാണ്. അതുകൊണ്ട് നിനക്ക് അഭിഷേകം ലഭിച്ചോ എന്ന് ചോദിക്കാനോ അല്ല അങ്ങനെ ഒരു സംശയത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇത് തലയ്ക്ക് മാത്രമേ, അത് നമ്മൾ ഇതേ അധ്യായത്തിൽ തന്നെ 29:7 വായിക്കുന്നുണ്ട്. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. തലയിൽ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാണ്. ശരീരത്തിന്മേൽ പ്രത്യേകമായി ഒഴിക്കാൻ വ്യവസ്ഥയില്ല. തലയാകുന്ന ക്രിസ്തുവിന്മേലാണ് അഭിഷേകം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മളിൽ അഭിഷേകമുണ്ട് എന്നുള്ളത് തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഞാൻ അതിനെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വായിക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ ഈ പറഞ്ഞതുപോലെ അഭിഷേക തൈലം, അപ്പൊ അത് എല്ലാവർക്കും ഒരുപോലെ പകരപ്പെട്ടിരിക്കുന്നു. ആ കാര്യത്തിലും വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 133 സങ്കീർത്തനം അതിന്റെ 3 വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഹെർമോനിയ മഞ്ഞിനെ കുറിച്ചാണ്. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ്. നമുക്കറിയാം, ഈ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് ഇത് എന്താണ്? മാലിന്യമേശാത്തതാണ്, നിശബ്ദമായി പെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാല് സഹോദരി ഐക്യത്തിൽ ഒച്ചപ്പാടും ബഹളവും ഇല്ല. അത് വിശുദ്ധിയും ശാന്തതയും കുളിർമ പ്രദാനം ചെയ്യുന്നതുമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ തൈലത്തിന്റെ സുഗന്ധം പരത്തുന്നവരായിരിക്കണം. സഭയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും കർത്താവിന്റെ സൗരഭ്യവാസനയായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ നമുക്കറിയാം, പഴയ നിയമത്തിൽ ഈ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ 12 ഗോത്രങ്ങളിലും അവർ ആലയത്തിലേക്ക് പോകുമ്പോൾ അവർ വളരെ ഐക്യത്തിലാണ്. നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിലുള്ള എല്ലാവരും വളരെ ഐക്യത്തിലാണ്. അവിടെ വഴക്കുണ്ടോ? ഇല്ല. അവിടെ പ്രശ്നമുണ്ടോ? ഇല്ല. എല്ലാവരും വളരെ സ്നേഹത്തിലാണ്. ഇതുപോലെ തന്നെയാണ് ഈ 3 ഉത്സവങ്ങളിലും വരുമ്പോൾ ഇവർ ഭയങ്കര ഐക്യ. എന്നാല് നമുക്കറിയാം, ഈ ഇവിടെ ഐക്യത്തിന് ചിലര് തടസ്സങ്ങളുണ്ടായിരുന്നു, ഒരല്പം. അത് അവരുടെ പേര് പോലെ തന്നെ അവരുടെ സ്വഭാവമായിരുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ ഇവിടെ ചില ഗോത്രങ്ങളെ കാണുന്നുണ്ട്. അതിലൊന്ന് ദാൻ ഗോത്രം. നമ്മൾ ഇത് അവരെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ജോസഫ് അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. അപ്പം ദാനെ കുറിച്ച് പറയുമ്പോൾ ദാൻ അതിന്റെ ഉൽപ്പത്തി 49-ന്റെ 16-ഉം 17-ഉം വാക്യം എല്ലാം ഞാനിപ്പോൾ വായിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം. ദാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ വിധിക്കുക എന്നുള്ളതാണ്. വിധിക്കുക. അപ്പോൾ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരുവൻ മറ്റുള്ളവരെ വിധിക്കുക. നമ്മൾ റോമാലേഖനം 14-10 വായിക്കുന്നുണ്ട്, സഹോദരനെ വിധിക്കാൻ നീ ആർ. അപ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മളെ വിധിക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ഇവിടെ ദാന്റെ സ്വഭാവം മറ്റുള്ളവരെ വിധിക്കുന്ന എല്ലാ ഗോത്രങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. അതിൽ ഒരു 4-5 ഗോത്രങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐക്യതയെ തകർക്കുന്ന ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. നോക്കുക, അപ്പോൾ ദാന്റെ പ്രത്യേകത അവർ മറ്റുള്ളവരെ വിധിക്കുമായിരുന്നു. അതുപോലെ തന്നെ നഫ്താലി അതിനെക്കുറിച്ച് അതിന്റെ 49 ഉൽപ്പത്തി 49-ന്റെ 21-ൽ വായിക്കുന്നുണ്ട്. നഫ്താലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മത്സരി എന്നാണ്. മത്സരി എന്തു പറഞ്ഞാലും അതിനോട് എതിരിടുക, മത്സരിക്കുക, റിബീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഐക്യത്തെ തകർക്കുന്നൊരു കാര്യമാണ്. അത് ചിലയിടത്തൊക്കെ ചിലരിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സഭകളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. 3-ാമത് സെബുലൂൻ എന്ന് പറഞ്ഞാൽ തിരക്കുന്ന. നമ്മൾ ആ 49-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആത്മീയ കാര്യങ്ങൾ അവർക്ക് എന്തില്ല, നേരമില്ല. ഈ തിരക്ക് ആരാ ഉണ്ടാക്കിയേ? ആരാ ജോലി തരുന്നേ? അപ്പൊ ഈ ലോകത്തിലെ നന്മകൾ തരുന്ന ദൈവത്തെ മറന്നിട്ട് അവരെന്തില്ല, നന്ദിയില്ലാത്തവരായി തീരുന്നു. അവർ ലോക കാര്യങ്ങൾ തിരക്കുള്ളവരായി മാറുന്നു. അതുകൊണ്ടല്ലേ പലരും കൂട്ടായ്മകളൊക്കെ ഉപേക്ഷയായി വിചാരിക്കുന്നേ.
അത് അവര് ഈ സെബുലൂൻ ഗോത്രത്തോടുള്ള ബന്ധത്തിൽ വരുന്ന സ്വഭാവക്കാരൻ. നോക്കുക, വേറൊരു കൂട്ടരായി ഇസാഖാർ, അത് 49 അധ്യായം 14-15 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഭാവം ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന്, ഞങ്ങളെ ആരും ഒന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കെല്ലാം അറിയാം. ഇങ്ങനെയുള്ള ചിലരും നമുക്ക് കൂട്ടായ്മകളിൽ കാണാൻ കഴിയും. അവരെന്ത് ചെയ്യുന്നു? അവര് നമ്മുടെ ഐക്യത്തെ തകർക്കുന്നു. ഇവിടെയുള്ളവരെ നമുക്ക് ഓരോ ദിവസവും കർത്താവിന്റെ മുഖമേറ്റുകൊണ്ട് കർത്താവിനെ പഠിച്ചു വളരേണ്ടവരാണ്. എല്ലാം അറിയാമെന്നുള്ള ഭാവം തന്നെ എത്രയോ വലിയ നിഗളമാണ്. അത് വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ എന്ന പൗലോസ്ലീഹ പോലും പറയുന്നേ. അപ്പോൾ ഞാൻ തികഞ്ഞവനായി എന്നൊരിക്കലും താൻ ചിന്തിച്ചില്ല. എന്നാൽ അങ്ങനെയുള്ള ചിന്ത അത് ഇസാഖാറിന്റെ ചിന്തയാണ്. എല്ലാം അറിയാമെന്ന ഭാവം. പിന്നെ ഒരു കൂട്ടരുണ്ടായിരുന്നു എഫ്രൈം. അവര് സഭയിൽ എഫ്രൈം എന്ന് പറഞ്ഞാൽ ഭരണം, അധികാരം നടത്തുന്നവർ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ പോലെ ഭരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടര്, ഞങ്ങൾക്ക് ചില ഭരണമൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ളവര്. എന്നാൽ ദൈവമക്കളെ, ദൈവം ഇതൊന്നും അല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു മനസ്സുള്ളവരായി ദൈവത്തിന്റെ സഭയിൽ വളരെ ഐക്യതയോടെ മുന്നേറുവാനുള്ള വ്യവസ്ഥയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സഭയെ വളരെ തുറന്ന് കാട്ടുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം സഭയുടെ ഒരു നല്ല ചിത്രം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ 4-ാം അധ്യായം നമുക്ക് ഐക്യതയോടുള്ള ബന്ധത്തിൽ വളരെ ഗഹനമായി പഠിക്കാവുന്ന ഒരു അധ്യായമാണ്. ഞാനത് നിങ്ങൾക്ക് പഠന വിഷയത്തിനായി വിട്ടുതരുന്നു. ഞാനതിനെ ലഘൂകരിച്ച് ഒരു ചെറിയ ചിത്രം പോലെ ഞാനത് നിങ്ങളോട് പറയാം. ഇവിടുത്തെ വിഷയം ഐക്യത ആയതുകൊണ്ട് ആ കാര്യം ചെറുതായിട്ട് പറയാം. നമ്മൾ ഇവിടെ ഐക്യം നമുക്ക് വരേണ്ടത് പുറമേ നിന്നല്ല, അകമേയുള്ള കാര്യങ്ങളാണ്, ആത്മാവിലുള്ള ഐക്യതയാണ്. അപ്പോൾ ഈ ഐക്യത, അതിന്റെ അർത്ഥം പുറമേ വേണ്ടെന്നല്ല. പുറമേ കാണുമ്പോൾ നമുക്ക് സ്നേഹവും സന്തോഷവും ദയയും കരുണയും കരുതലും ഒക്കെ ഉള്ളവരായിരിക്കണം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം, ശരിയായിരിക്കുന്ന ഐക്യത നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഐക്യത്തിന് വേണ്ടിയുള്ള പ്രബോധനമാണ്, ഐക്യത്തിന് വേണ്ടിയുള്ള വിളിയാണ്. ഞാനിപ്പോൾ അത് വായിക്കാതെ നിങ്ങളത് വായിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാനതിൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്, സമയം ലാഭിക്കാൻ വേണ്ടി മാത്രം. ഞാനിതെല്ലാം വായിക്കണമെന്നില്ലല്ലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എന്താണ്? ഐക്യത്തിന് വേണ്ടിയുള്ള പ്രബോധനം, ഐക്യത്തിന് വേണ്ടിയുള്ള വിളി, നമ്മളെ ഒന്ന് പ്രബുദ്ധരാക്കുകയാണ്, നമ്മളെ ആ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുകയാണ്. അതിന്റെ 4-ാം അധ്യായം 4 മുതൽ 6 വരെ ഐക്യത്തിന്റെ ഘടകങ്ങൾ നമുക്കറിയാം. അവിടെ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാവരും, എല്ലാ വിശുദ്ധന്മാരും ഒരുപോലെ തത്തുല്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐക്യതയ്ക്ക് യാതൊരു രീതിയിലും മാറ്റം ഉണ്ടാകാൻ പാടില്ല. ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലെ? ഒരേ സ്നാനം, ഒരേ വിശ്വാസം, ഒരേ ആശ, ഒരേ ആത്മാവ്, ഒരേ പിതാവ്, അപ്പൊ ഒരേ കർത്താവ്. അപ്പം ഈ 7 കാര്യങ്ങളിലും നമ്മൾ ഒന്നാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഐക്യതയ്ക്ക് എത്രമാത്രം ശക്തി കൂടണം, അതാണ് വായിക്കും. പിന്നെ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെ ഐക്യത്തിനായുള്ള വരങ്ങൾ. ദൈവം നമുക്ക് ഐക്യതയോടെ വളരുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ശുശ്രൂഷകന്മാർ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അതിന്റെ 4-ാം അധ്യായം 12 മുതൽ 16 വരെ ഐക്യത്തിന്റെ ഫലം. നമ്മളങ്ങനെ ഐക്യമായിട്ട് നമ്മൾ വളരുമ്പോൾ നമ്മൾ എന്താവും? ക്രിസ്തു എന്ന തലയോടും വളരും. എല്ലാ നിലയിലും നമ്മൾ പരിപൂർണനായിത്തീരും. വളരെ അതൊക്കെ നമ്മളതൊക്കെ ഒന്ന് വിശദീകരിച്ച് പഠിക്കാൻ പോകാനായിട്ട് നമുക്ക് ഇപ്പോൾ സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ നിങ്ങൾക്കത് ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളതിനെ വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ നിങ്ങൾ ആ ഭാഗങ്ങൾ എടുത്തുനിന്ന് വായിക്കുന്നത്, പഠിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇതാണ് എന്താണ് ഈ നമുക്കുള്ള ഐക്യത്തിന്റെ ദൈവം തന്നിരിക്കുന്ന ഒരു ചെറിയൊരു നല്ല ചിത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കൊളോസ്യർ 2:2 വായിക്കുമ്പോഴത്തേക്കും സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്, എങ്ങനെയാണ്? സ്നേഹത്തിൽ നാം ഏകീഭവിക്കണം. അപ്പോൾ എല്ലാ വിശ്വാസികൾ എപ്പോഴും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എങ്ങനെയായിരിക്കണം? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി
4-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. കണ്ടോ, 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി വേദനിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. കണ്ടോ, അവിടെ ഐക്യത കണ്ടോ. വീണ്ടും നമ്മൾ അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 2:46 വായിക്കുമ്പോൾ അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അവർ ഒരുമനപ്പെട്ടു, അവർ ഒരു മനസ്സായിരുന്നു. ഐക്യതയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അവർ ഒരുമനപ്പെട്ട് കൂടി വന്നു. എന്നിട്ട് അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 5:12 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവർ ഏക മനസ്സോടെ കൂടി വരിക പതിവായിരുന്നു. അവർ ഏക മനസ്സോടെ കൂടി വരിക പതിവായിരുന്നു. നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് എത്ര നല്ലതാ പ്രിയമുള്ളവരെ. നമ്മൾ ഏക മനസ്സോടെ പരസ്പരം യാതൊരു ഖിന്നതയുമില്ലാതെ ഏക മനസ്സോടെ കൂടി വരിക പതിവായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റ് അനേക ഭാഗങ്ങളിൽ നമുക്കറിയാം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 1-2 വാക്യത്തിലൊക്കെ ഐക്യത്തിന് വേണ്ടിയുള്ള വ്യക്തമായ പ്രബോധനമാണ്. തന്റെ ഹൃദയവാഞ്ച പൗലോസ് ഫിലിപ്പ് ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും 1 Corinthians 1:10 നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, നിങ്ങളെല്ലാവരും ഒരു മനസ്സുള്ളവരായിരിക്കണം. എത്ര വലിയ കാര്യമാണ്. ഐക്യത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതേ ദൈവമക്കളെ, നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഐക്യത ഉണ്ടെങ്കിൽ അതിന്റെ പ്രബോധനത്തിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാകുന്നത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 23-24 വാക്യം വായിക്കുമ്പോൾ അവർ കർത്താവിനോട് ചേർന്ന് നിൽപ്പാനിടയാകും. ഈ പ്രബോധന ഫലമായിട്ട് അവർ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ, കർത്താവുമായിട്ട് ഐക്യതയുള്ളവരായിരിക്കാനിടയാകും. കൊളോസ്യർ 1:28 വായിക്കുമ്പോൾ ക്രിസ്തുവിൽ അവർ തികഞ്ഞവരായി തീരുവാനിടയാകും. അപ്പോൾ മറ്റുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണമെങ്കിൽ എന്ത് വേണം? ഐക്യത ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രോത്സാഹനം കൊടുത്താൽ ഏറ്റവും വലിയ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്നതുകൊണ്ട് എബ്രായർ ലേഖനം 10:25 വായിക്കുന്ന പോലെ കൂടി വരുവാൻ, അധികം കൂടി വരുവാനായിട്ടുള്ള ഉത്സാഹം ഉണ്ടാവും. എത്ര നല്ല കാര്യമാണ്. ഐക്യത നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെ പച്ചപിടിപ്പിക്കും, നമ്മളെ ക്രിസ്തുവാനുരൂപരാക്കി മാറ്റും, വളരെ അനുഗ്രഹീതമായ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയർത്തും. ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് ഈ ഐക്യതയുടെ ആ സന്തോഷം, ഇന്ന് പലപ്പോഴും കൂട്ടായ്മയിലേക്ക് വരാൻ പോലും ഇഷ്ടപ്പെടാത്തതിന് കാരണം എന്താ അറിയോ? ഈ ഐക്യതയില്ലാത്തതാണ്. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ നീരസമോ പകയോ വിദ്വേഷമോ ഒക്കെ ശത്രു കൊണ്ടുവരും. അവിടെ ഇന്ന് പോയി കഴിഞ്ഞാൽ അവർ വരും, അവരുടെ മുഖം കാണാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെയുള്ള വെറുപ്പും കയ്പും ഒക്കെ നമ്മളിൽ കൊണ്ടുവരുവാനായിട്ട് ശത്രു ശ്രമിക്കും. ദൈവമക്കളെ, നമുക്കിന്ന് കൂടി വരുമ്പോൾ നമുക്ക് ഹൃദയംഗമായി ആത്മാർത്ഥമായിട്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യതയോടെ കർത്താവിനെ സേവിപ്പാൻ ഇടയാവുന്നുണ്ടോ? ഒരു മനസ്സ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ അളവുകോല് ഞാൻ പറഞ്ഞല്ലോ, ത്രിയേക ദൈവത്തിന്റെ അളവുകോല. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടത്. ഇതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും, നമുക്ക് ചിലപ്പോൾ താഴേണ്ടി വരും, നമുക്ക് ചിലപ്പോൾ ചെറുതാകേണ്ടി വരും. അതിന് നമ്മൾ തയ്യാറാകുമോ? നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പരിശോധിക്കാം. യഥാർത്ഥമായിട്ടും ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സഭയിലുള്ള എല്ലാവരുമായിട്ട് ഒരു നല്ല ഐക്യ മനോഭാവമുണ്ടോ? ആരെക്കുറിച്ചെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ കയ്പോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ കപടരാകരുത്, നമ്മൾ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കരുത്. ഹൃദയംഗമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആത്മാവിൽ ഐക്യത കാത്തു സൂക്ഷിക്കുവാനും നമുക്ക് ഇടയാകണം. സ്വർഗം നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിൻ്റെ ആ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയണം. ഐക്യതയിൽ കുറവുണ്ടാകാൻ പാടില്ല.
അങ്ങനെ വന്നാൽ ദൈവഹൃദയത്തിന് അത് വളരെ ദുഃഖമായി മാറും. അതുകൊണ്ട് വളരെ വളരെ നമുക്ക് നമ്മുടെ ഐക്യത എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഐക്യതയ്ക്ക് വീഴ്ച വരുത്തിയാൽ അവിടെ ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുവാനിടയായിത്തീരും. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഐക്യത. അത് മനസ്സിലാക്കി നമുക്ക് ഐക്യതയ്ക്കായി വളരെ ജോറോടെ പ്രവർത്തിക്കുവാൻ, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.